മീനു ചേച്ചി, അലോക് അനുമോളെ ശല്യപ്പെടുത്താനായിരിക്കില്ല പുറകെ വന്നത്. ഇനി അനുമോളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ? എന്ത് പറയാൻ? അതെനിക്കറിയില്ല. ചിലപ്പോ നേരിട്ട് സോറി പറയാനോ മറ്റോ. കോടതിയിൽ വെച്ച് അവൻ അനുവിന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞില്ലേ, ഇനി എന്ത് സോറി പറയാനാ? അവന്റെ ഫോൺ നമ്പറുകളൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ചില കോമൺ ഫ്രണ്ട്സ് വഴി അവൻ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് പ്രോത്സാഹിപ്പിച്ചില്ല. പക്ഷെ വേറെ വേറെ നമ്പറുകളിൽ നിന്ന് അവൻ എന്നെ പലതവണ വിളിച്ചു. അവസാനം ഇനി എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചു. അതിനുശേഷം ഇന്ന് റോഡിൽ എന്നെ കാത്തു നിന്നത്. അനുമോളെ, അവന് പറയാനുള്ളത് എന്താണെന്ന് നീ ഒന്ന് കേട്ടിരുന്നെങ്കിൽ. മിത്രേ, വേണ്ട. അവനുമായിട്ട് ഇനി ഒരു കണക്ഷനും അനുവിന് വേണ്ട. അങ്ങനെയല്ല മീനു ചേച്ചി, ചിലപ്പോ എന്തെങ്കിലും സീരിയസ് ആയ കാര്യമാണെങ്കിൽ. എന്ത് സീരിയസ് ആയ കാര്യമാണെങ്കിലും ഇനി അവൻ നമ്മുടെ അനുമോളോട് ഒന്നും പറയണ്ട. ഈ കുടുംബത്തോട് അവൻ ചെയ്തൊക്കെ നീ ഇത്ര വേഗം മറന്നുപോയോ മിത്രേ? ഞാനൊന്നും മറന്നിട്ടില്ല മീനു ചേച്ചി. മിത്രേ, അലോകിനെ ഞാൻ കുറ്റപ്പെടുത്തുമ്പോ സ്വാഭാവികമായിട്ട് നിനക്ക് വിഷമമുണ്ടാവും. അവൻ നിന്റെ സഹോദരനാണ്. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ വിശ്വസിക്കുന്ന പോലെ അലോകിന്റെ സ്വഭാവം ഒന്നും മാറിയിട്ടില്ല. അത് മാറാനും പോകുന്നില്ല. വെറും ക്രിമിനൽ മൈൻഡ് അവന്റേത്. ഈ കാര്യത്തിൽ ഞാൻ ആര്യന്റെ കൂടെ തന്നെ നിൽക്കും. അവൻ ചെയ്തതാണ് കറക്റ്റ്. അലോകിന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. മീനു ചേച്ചി, അലോക് ഇനി എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഞാൻ അവനുമായിട്ട് ഇനി ഒരു കോണ്ടാക്റ്റും വെക്കില്ല. അത് മാത്രം പോരാ, അവൻ വീണ്ടും നിന്നെ ബുദ്ധിമുട്ടിപ്പിച്ച നീ അച്ഛനടുത്ത് പറയണം. അതെ അനുമോളെ, അങ്കിളിനെ ഈ കാര്യം അറിയിക്കണം. പിന്നെ അങ്കിള് തന്നെ ഡീൽ ചെയ്തോളൂ. ഇപ്പൊ അച്ഛനോടൊന്നും പറയണ്ട. വെറുതെ എല്ലാവരും ടെൻഷനാവും. നീ മിണ്ടാതിരുന്നിട്ടാ ഇത്രയും വളർന്നത്. ഇനി അങ്ങനെ ഉണ്ടാവില്ല. മീനു ചേച്ചി, നിങ്ങൾ രണ്ടുപേരും ടെൻഷൻ അടിക്കണ്ട. അവൻ എന്ത് ചെയ്താലും ഇനി അവനോട് ഞാൻ സംസാരിക്കത്തില്ല. ഉറപ്പാണല്ലോ? ഉറപ്പ്. സത്യം പറഞ്ഞ അവൻ അകത്ത് കിടന്നിരുന്നെങ്കിലേ വീണ്ടും അനുമോളുടെ പുറകെ ശല്യത്തിന് വരില്ലായിരുന്നു. ആകാശേ, ആര്യ, എന്നെ വെറുതാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇങ്ങോട്ട് വന്നേ. എനിക്ക് ഒരു കുഴപ്പമില്ല. ഏട്ടൻ ഒരു കുഴപ്പമില്ല. മദ്യം കൊടുത്ത് ഏട്ടന് സമാധാനം ഉണ്ടാക്കി കൊടുക്കുന്നതല്ല അനിയന്മാരായ നിങ്ങളുടെ കടമ. നീയൊക്കെ അത് മനസ്സിലാക്കിയാ കൊള്ളാം. അച്ഛാ, ഞങ്ങളുടെ കടമ എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ശരിയാ, ഏടം കുടിച്ചിട്ടുണ്ട്. അത് സന്തോഷം വന്നിട്ട് കുടിച്ചതൊന്നും അല്ല. ഇവിടെ ഉള്ളിൽ വേദന മാറാൻ വേണ്ടിയിട്ട് കുടിച്ചതാ. ആകാശേട്ടാ, ഒന്ന് അടങ്ങി. നീ ആനന്ദയുടെ മുറിയിലേക്ക് കൊണ്ടുപോ. ഈ മനുഷ്യൻ ഈ അവസ്ഥയിലാവാൻ കാരണക്കാരൻ ആരാ? അച്ഛൻ. അമ്മേ, അമ്മയൊന്നും ഉണ്ടായിരുന്നേ. അച്ഛൻ പറയട്ടെ, പറ. ആരാ കാരണം? നീ വഴക്കിന് വന്നേക്കാണോ? ഒരു വഴക്കുമില്ല. ഷേടാ, നീ ഇതോടെ കൊണ്ടുപോയില്ലേ? എടാ, കൊണ്ടുപോടാ. ആനന്ദേട്ടൻ അകത്തോണ്ട് പോയി കിടന്നതാ. പറഞ്ഞ കേക്കണം. കൊണ്ടുപോ, കൊണ്ടുപോടാ. നമുക്ക് മുറിയിൽ പോവാം. ഞങ്ങളുടെ ഏട്ടൻ ഈ അവസ്ഥയിലാവാനുള്ള യഥാർത്ഥ കാരണക്കാരൻ ആരാ? ഞാൻ ചോദിച്ചതിന് അച്ഛൻ ഉത്തരം പറഞ്ഞില്ലല്ലോ. ആകാശേ, കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ടോന്ന്? കുടിച്ചു. ആനന്ദേട്ടന് ഇത്തിരി മനസമാധാനം കിട്ടാൻ ഞങ്ങളും പിന്നെ അയ്യോ അവിടെ
ആര്യൻ ഓ അവൻ ഏട്ടനെ കൊണ്ട് കിടന്നാ പോയി. ഏട്ടന് ഞങ്ങളൊരു കമ്പനി കൊടുത്തു, അത്രേ ഉള്ളൂ. ആകാശേട്ടാ മതി, റൂമിലേക്ക് വെക്കുവോ? ഇല്ല, എനിക്ക് കുറച്ച് സംസാരിക്കണം. മീനു ഇവനെ വിളിച്ചോണ്ട് പോ. ആകാശേ വന്നേ വാ. മീനു, എനിക്ക് പറയാനുള്ളത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പൊ നീ ഒന്നും സംസാരിക്കണ്ട, മര്യാദക്ക് പോയി റൂമിൽ കിടക്ക. നിനക്ക് പറയാനുള്ളതേ രാവിലെ പറയാം. ചെല്ലേ. പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ പറയണം. ചേട്ടാ ഞാൻ ചോദിച്ചിട്ടേ പോവും. അവന് പറയാനുള്ളത് പറയട്ടെ. അല്ല അല്ല, ഈ നിൽക്കുന്ന മീനു, ഇവളെ ഞാൻ എന്റെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചത്. എന്നെപ്പോലെ ഒരുത്തന്റെ കൂടെ ജീവിക്കേണ്ട യാതൊരു ആവശ്യവും ഇവയ്ക്കില്ല. നല്ലൊരു സർക്കാർ ജോലിയുണ്ട്, സുഖമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്. എന്നിട്ടും ഗോമതി സ്റ്റോറിൽ ചെറിയൊരു ശമ്പളത്തിന് ജോലി ചെയ്യുന്ന എന്റെ കൂടെ ഒരു പരാതിയില്ലാതെ എന്ത് സന്തോഷത്തോടെയാ ഇവള് ജീവിക്കണേ. ആകാശ് ഇപ്പൊ ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്താ? ഉണ്ട്, പറയേണ്ട കാര്യമുണ്ട്. ഏട്ടാ മതി, ഏട്ടൻ പോയി കിടന്ന് ഉറങ്ങി. നോ, നെവർ. ആകാശേട്ടാ പ്ലീസ്. ഇല്ല, പറയാനുള്ളത് പറയാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല. അച്ഛൻ സമ്മതിച്ചല്ലോ. അച്ഛൻ്റെ കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ ഇത്ര വലിയ പ്രശ്നം? എൻ്റെ മീനുനെ ഞാൻ തന്നെയാണ് കണ്ടെത്തിയത്, എൻ്റെ ഇഷ്ടത്തിന്. പക്ഷേ എൻ്റെ ഏട്ടൻ്റെ കല്യാണം നടത്തി കൊടുത്തത് ആരാ? എൻ്റെ മീനുനെ ഞാൻ തന്നെയാണ് കണ്ടെത്തിയത്, എൻ്റെ ഇഷ്ടത്തിന്. പക്ഷേ എൻ്റെ ഏട്ടൻ്റെ കല്യാണം നടത്തി കൊടുത്തത് ആരാ? പെണ്ണിനെ കണ്ടെത്തിയതും ആ കല്യാണം നടത്തി കൊടുത്തതും ആരാ? ഇത് നീ നിൽക്കുന്ന അച്ഛൻ. കുറച്ചുമുമ്പ് അച്ഛൻ പറഞ്ഞല്ലോ, ഏട്ടനെ ഞങ്ങൾ കുഴിപ്പിച്ചത് ഭയങ്കര വലിയ അപരാധമായി പോയിന്ന്. അതൊന്നും അരിയന്മാരുടെ കടമയല്ലാന്നും പറഞ്ഞു. ശരി, അതുപോട്ടെ, അത് വിളി. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. അച്ഛൻ്റെ കടമകൾ ചെയ്തിട്ടുണ്ടോ? നീ എന്താടി പറയുന്നത്? എപ്പോഴാളെ കാണിക്കാതെ ഞാനൊന്ന് സംസാരിച്ചോട്ടെ. 3 നേരം ഭക്ഷണവും കിടക്കാൻ സ്ഥലവും അല്ല ഞങ്ങളെ പോലുള്ള മക്കൾക്ക് കൊടുക്കേണ്ടത്. അവരുടെ മനസ്സ് മനസ്സിലാക്കി പെരുമാറാൻ കൂടി അച്ഛന്മാര് പഠിക്കണം. ഞങ്ങളുടെ ഈ അച്ഛനെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഞങ്ങളുടെ മനസ്സ് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ടോ? ഇവൻ ആര്യം അച്ഛൻ ഇവരോട് ഭയങ്കര പുച്ഛമാണല്ലോ. പഠിക്കാൻ വിട്ട മര്യാദയ്ക്ക് പഠിച്ചില്ല. പഠിച്ചിരുന്നെങ്കിൽ എന്താടാ വലിയൊരു IAS കാരനാവാൻ ശ്രമിക്കാതിരുന്നത്? പറടാ, വേറൊന്ന് പറ. ഞാനൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. എന്താ കേട്ടില്ല? കുറച്ചുകൂടെ ഉറക്കെ പറഞ്ഞ എല്ലാരും കേക്കട്ടെ. ഞാൻ അതൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. എന്റെ സ്വപ്നം അതായിരുന്നില്ല. യാതൊരു സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യനൊന്നും ആയിരുന്നില്ല ഞാൻ. കണ്ട, എല്ലാവരെയും പോലെ എനിക്കുണ്ടായിരുന്നു ആഗ്രഹങ്ങള്, പ്രതീക്ഷകളും ലക്ഷ്യങ്ങളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ മുന്നിലെ ആ ലക്ഷ്യങ്ങൾ നേടാനുള്ള വഴി ഉണ്ടായിരുന്നില്ല. നിന്റെ ആഗ്രഹം എന്താടാ മോനെന്ന് എന്റെ അച്ഛൻ
എന്റെ അടുത്ത് ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. ഒരിക്കലെങ്കിലേ അച്ഛൻ എന്നോടത് ചോദിക്കായിരുന്നു അല്ലേ? ശരി. അച്ഛനത് ചോദിക്കാതെ ഞാൻ എങ്ങനെ പറയാനാ? പിന്നെ അച്ഛനോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമൊന്നും നമുക്കില്ലല്ലോ. അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയാലേ ചൂരലും ഉണ്ട് അടി. ആ നാണക്കേടും വേദനയൊക്കെ അനുഭവിച്ച് മടുത്തു. എടാ ഒന്ന് നിർത്ത്. അങ്ങനെ എന്നെ വേദനിപ്പിക്കുന്ന ഒരു മനുഷ്യനോട് ഞാൻ എന്തിനാ എന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചും മോഹങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്? ദേ, ഇത് കേട്ടല്ലോ. ഇത്രയും നാള് ഇതൊക്കെ ഇവന്റെ ഉള്ളിൽ കിടന്ന് നീറി നീറി പുകയായിരുന്നു. അച്ഛാ, അച്ഛന്റെ ഇഷ്ടത്തിന് ചലിക്കുന്ന കളിപ്പാഹകള് മാത്രമായിരുന്നു അച്ഛന് ഞങ്ങൾ ഈ മക്കള്. മറ്റേ ഗോഡ് ഫാദർ സിനിമയിലെ 500 മക്കളില്ലേ, അയാൾക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും നടക്കുന്ന മക്കള്, 4 ഗുണ്ടകള്. അത് തന്നെയായിരുന്നു ഇവിടെയും. അപ്പൊ ആനന്ദേട്ടൻ അച്ഛന്റെ നിഴലായിരുന്നു. ഏട്ടൻ അച്ഛൻ അത്ര വിശ്വാസമായിരുന്നു, സ്നേഹമായിരുന്നു. ആ മനുഷ്യനെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ഈ അച്ഛൻ ഒറ്റ ഒരാളാ. അമ്മ എന്നെ നോക്കി പേടിപ്പിക്കുന്നത് വേണ്ട. ആ ഉദയഭാനുവിന്റെ പണം കണ്ടല്ലേ ദേവിയേട്ടത്തിയെ? ഈ അച്ഛൻ പാവം എന്റെ ആനന്ദേട്ടനെ തള്ളി കെട്ടി വെച്ചത്. എന്താടാ പറയുന്നേ? ഇനി ഒരു വാക്ക് നീ ബാലേട്ടനെ പറ്റി മോശമായിട്ട് പറഞ്ഞ ഇതിനേക്കാൾ മോശമായിരിക്കും എന്റെ മറുപടി. നീ പറഞ്ഞല്ലോ 3 നേരം ആഹാരവും കിടക്കാൻ ഇടവും തരുന്നത് മാത്രമല്ല അച്ഛന്റെ കടമയെന്ന്. എന്റെ കൈ പിടിച്ച് കൃഷ്ണമംഗലത്ത് നിന്ന് ഇറങ്ങുമ്പോഴേ ബാലേട്ടന്റെ പേഴ്സിൽ ആകെ ഉണ്ടായിരുന്നത് വെറും 10 രൂപയാ. അവിടെ നിന്ന് ഇന്ന് ഈ കണ്ടതൊക്കെ ഉണ്ടാക്കിയെടുത്തത് ഈ നിൽക്കുന്ന മനുഷ്യന്റെ അധ്വാനവും വിയർപ്പുവാ. നിന്നെയൊന്നും നിങ്ങളുടെ അച്ഛൻ മനസ്സിലാക്കിയിട്ടില്ല അല്ലേ? എടാ, നീയൊക്കെ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഈ അച്ഛനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ മനുഷ്യനെ കുറിച്ചൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോന്ന്? നീ എന്തിനാ അവനെ തല്ലിയത്? അവൻ പറഞ്ഞത് സത്യമല്ലേ? എന്റെ വാശി കൊണ്ടല്ലേ ആനന്ദിന്റെ ജീവിതം ഇങ്ങനെ ആയി പോയത്? അച്ഛനൊരു അബദ്ധം പറ്റിപ്പോയി. ഇനി എന്ത് പരിഹാരമാണ് അച്ഛൻ ചെയ്യേണ്ടത്? നിനക്ക് സമാധാനമായോടാ? നിനക്ക് സ്വസ്ഥത കിട്ടിയല്ലോ അല്ലേ? അങ്കിള്, ആകാശേട്ടാ, ആര്യ, ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. അമ്മ എന്തിനാ ഒരെണ്ണത്തിൽ നിർത്തിയത്? ശരിക്കും കൊടുക്കാറുന്നില്ലേ? മീനു, ഇവനെ വിളിച്ചോണ്ട് പോ. വാ ഇങ്ങോട്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. വാ ഇങ്ങോട്ട്. നടക്ക. ഞാൻ മുഴുവനും
പറഞ്ഞു തീർത്തില്ല. വന്നേ, നടക്കണം. അയ്യോ. നടക്ക. ആകാശം നേരെ നടക്ക. മീനു, ഞാൻ നേരെയല്ലേ കിടക്കുന്നത്. അതെ, നമ്മുടെ മുറി ചെറുതായിട്ടൊന്ന് ചരിഞ്ഞിരിപ്പുണ്ട്. ആകാശന് നാണോ ഇല്ലേ? ഉണ്ടല്ലോ. എന്നെ കൊണ്ടൊന്ന് പറയിക്കല്ലേ. എന്റെ മീനു, നിനക്ക് എന്നെ എന്തു വേണമെങ്കിലും പറയാം. ഒരക്ഷരം പോലും മിണ്ടാതെ ഞാൻ നിന്ന് കേൾക്കും. കാരണം മീനുകുഴിയല്ലേ. കൊഞ്ചം വരല്ലേ. നിന്നോടല്ലാതെ പിന്നെ ഞാൻ വേറെ ആരോടാണ് ഈ കൊഞ്ചുന്ന്? വെള്ളം ഒഴിച്ച് ബോധമല്ലാതെ വന്നതും പോരാ. അച്ഛനോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് മോശമല്ലേ? എന്റെ ചക്കര മീനു. ഞാൻ ആരുടെയും ചക്കരയൊന്നും അല്ല. നിന്റെ ഈ ആകാശ് മിസ്റ്റർ ഗോമതി സ്റ്റോർ ബാലനോട് തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ആകാശ് പറഞ്ഞതൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമല്ലേ? നിനക്കൊരു കാര്യം അറിയോ മീനു? എന്റെ അച്ഛൻ ആ ഗോമതി സ്റ്റോർ ബാലനൊരു വിചാരമുണ്ട്. ഈ ലോകത്ത് അങ്ങേര് മാത്രമാണ് ശരിയെന്ന്. അദ്ദേഹം എന്തു പറഞ്ഞാലും കൃത്യം. അദ്ദേഹം സൂപ്പർ. അങ്ങേർക്ക് ഒരിക്കലും പിഴയ്ക്കൂല. ആകാശേ, മതി, നിർത്ത്. ഇല്ല, ഞാൻ നിർത്തത്തില്ല. എനിക്കൊന്നും കേക്കണ്ട. നീ കേട്ടേ പറ്റൂ. നീ എന്നെ പിടിച്ചു വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ? എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ആ മിസ്റ്റർ ബാലന്റെ കാര്യം നീ കേൾക്കണം. അല്ലെങ്കിൽ ഞാൻ പുറത്തിറങ്ങി ഞാൻ വിളിച്ചു പറയും. അത് വേണോ? വേണല്ലോ. അപ്പോ നീ കേൾക്കണം. അപ്പൊ അങ്ങനെയുള്ള മിസ്റ്റർ ബാലൻ, അങ്ങനെ ഒരൊറ്റ ഒരാൾ കാരണമല്ലേ എന്റെ ആനന്ദേട്ടൻ ഇപ്പൊ അനുഭവിക്കുന്നത്. ആ ദേവി ഏട്ടത്തിയെ ഏട്ടന്റെ തലയിൽ കെട്ടിവെക്കുന്നതിന് മുമ്പ് ആ കുടുംബത്തെ കുറിച്ച് ചെറുതായിട്ടെങ്കിലും ഒന്ന് അന്വേഷിച്ചോ? ഇല്ല, അന്വേഷിച്ചില്ല. ആ ഉദയഭാനുവിനെ കണ്ടപ്പോ അച്ഛങ്ങ് മൈ പോയി. കോടീശ്വരൻ, വലിയ കുടുംബം. പിന്നെന്തായത്? എമ്മേ അതോ എംഫില് പഠിച്ച മരുവോള്. പിന്നെന്ത് വേണം? അങ്ങനെ ആ ഒടുക്കത്തെ തള്ളു മുഴുവനും കേട്ട് അച്ഛനങ്ങ് വീണു. അതാരുടെ കുറ്റം? അച്ഛന്റെ കുറ്റമല്ലേ? ആകാശേ, അയാളെ വിശ്വസിച്ചു പോയി. അത് ശരിയാ. അപ്പൊ തെറ്റച്ഛന്റെ അല്ലേ? ആകാശിന്റെ മുന്നിൽ വന്ന് അച്ഛൻ ചോദിച്ചത് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നാ. ആ മനുഷ്യനെ ആ ദയനീയ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ആകാശിന്. എല്ലാ അച്ഛനമ്മമാരും മക്കൾക്ക് നല്ലത് വരണമെന്ന് മാത്രമേ ചിന്തിക്കൂ. നമ്മുടെ അച്ഛനും അത് തന്നെയാ ചിന്തിച്ചത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അച്ഛൻ അറിഞ്ഞിരുന്നോ? അറിഞ്ഞുകൊണ്ടാണോ ആനന്ദേട്ടന്റെ കല്യാണം നടത്തിയത്? പറ്റിപ്പോയൊരു തെറ്റാ. അതിന്റെ പേരിൽ ആ മനുഷ്യനെ ഇനിയും കുത്തി നോവിക്കരുത്. പറയുന്നത് കേട്ടോ, ആ ദ്രോഹം ചെയ്യരുതെന്ന്. അച്ഛനെ തെറ്റുപറ്റി പോയാ ആരും കുറ്റപ്പെടുത്താൻ പാടില്ല. ഞാൻ അങ്ങനെ അല്ല പറഞ്ഞത്. ഓ, നീ അങ്ങനെ എന്നാ മീനു പറഞ്ഞേ. പക്ഷേ ഇതേ അച്ഛൻ മറ്റുള്ളവർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയ
എന്തെങ്കിലും ഒരു വീഴ്ച വന്ന അവരെ അങ്ങ് പൊളിച്ചു കൊടുക്കുമല്ലോ. അതിന് പ്രശ്നമൊന്നുമില്ല അല്ലേ? അച്ഛൻ ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ നീ എന്താ പറഞ്ഞേ? ഇപ്പൊ അച്ഛൻ അനുഭവിക്കുന്ന വേദന ആകാശിന് മനസ്സിലാവാഞ്ഞിട്ടാണോ അതോ ആകാശിനെ മനസ്സിലാക്കണം എന്നില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ആകാശേ, ആകാശം മനഃപൂർവ്വം ഈ അവസരം മുതലെടുക്കുവാണോ? അങ്ങനെയൊക്കെ അങ്ങനെ. ഈ ഗോപതി സ്റ്റോർ ബാലനുണ്ടല്ലോ, എന്നെ ശരി ഹരാസ് ചെയ്തിട്ടുണ്ട്. ആകാശേ, നാളെ നമുക്കൊരു മോനോ മോളോ ഉണ്ടാവുമ്പോ ആ കുഞ്ഞ് ആകാശിന്റെ നേരെ നിന്ന് ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോഴേ അപ്പൊ മനസ്സിലാവും ഇന്ന് അച്ഛൻ അനുഭവിക്കുന്ന വേദന. അതിന് നമുക്ക് മോനോ മോളോ വേണ്ടേ? എന്താ ഉദ്ദേശം? അല്ല, നമുക്കൊരു മോനോ മോളോ ഉണ്ടാവണമെങ്കിൽ നീയും കൂടെ വിചാരിക്കണ്ടേ? അതെ, നീ അങ്ങനെ വിചാരിക്കാതിരുന്നാലേ എന്നെ ചോദ്യം ചെയ്യാനും എൻ്റെ നേരെ വേഴിച്ചു കൊണ്ടുപോകാനും കുഞ്ഞെങ്ങനെ ഉണ്ടാവും? അതെ, ഇതത്ര വലിയ തമാശയായിട്ടൊന്നും എനിക്ക് തോന്നില്ലേ. എന്നോട് ചിരിച്ചല്ലോ. ഞാൻ ചിരിച്ചിട്ടൊന്നുമില്ലേ? ഇല്ല ഇല്ല, നീ ചിരിച്ചു. ഞാൻ കൊണ്ടു. അതെ മീനു, എന്താ? അല്ല, നമ്മള് ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് മുന്നോട്ട് പോയാൽ മതിയോ? അല്ല, ഞാൻ ഉദ്ദേശിച്ചതേ നമ്മുടെ ജീവിതത്തിന്റെ ഒരു അടിത്തറ ലെവലിലേക്ക് നമ്മൾ പോണ്ടേ? വേണ്ട. വേണ്ട? എന്താ വേണ്ടാത്തെ? നമ്മൾ ഇപ്പോഴുള്ള ലെവലിൽ തന്നെ അങ്ങ് മുന്നോട്ട് പോയാൽ മതിയേ. ഓ, നിനക്ക് മനസ്സാക്ഷി തോന്നുന്ന സാധനം ഇല്ലേ? ഇല്ലാന്ന് തന്നെ വെച്ചോ. പോയി കിടക്ക്. എന്റെ അമ്മ. I love you, Minukuti, and I love you, Minukuti. മറ്റന്നാള് ധർമ്മന്റെ കടയുടെ ഉദ്ഘാടനമാണ്. ബാലന്റെ കടയ്ക്ക് ഏതാണ്ട് അടുത്തായിട്ടാ ധർമ്മന്റെ കട വരുന്നത്. അച്യുതാ, ഒന്നാമത് ധർമ്മൻ ഇത് സമ്മതിക്കാൻ പോകുന്നില്ല. ബാലനും അവന്റെ ഗോമതി സ്റ്റോറും കുത്തുപാള എടുക്കുന്നു എന്ന് കേൾക്കുമ്പോ നമുക്കും ധർമ്മനും ഒക്കെ സന്തോഷവും സമാധാനവും അല്ലേ വരാൻ പോകുന്നേ. ദൈവം നമ്മുടെ കൂടെ ആയിട്ടാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ആനന്ദും ദേവിയും പിരിഞ്ഞില്ലേ? ദൈവം കൊടുത്ത ശിക്ഷയാ. ഇനി നമ്മുടെ കടയും കൂടി വന്നു കഴിഞ്ഞാ അവന്റെ വീഴ്ച പൂർണ്ണമാവും.